ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 6:30. ഞാൻ എണീറ്റ് വന്ന പാടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. ഇതിവിടെ പതിവുള്ളൊരു കാഴ്ചയല്ല. സാധാരണ ഈ സമയത്തൊക്കെ ഞാൻ വാവയുമായിട്ടിരിക്കലാണ് പതിവ്. വാവ ഒരു 5-5:30 ആകുമ്പോൾ എണീറ്റിട്ട് അയാൾ പിന്നെ ഉടനെ തന്നെ അങ്ങ് ഉറങ്ങത്തില്ല. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് വാവയുടെ ഫീഡിങ് ബോട്ടിൽ കഴുകി പിന്നെ അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് വന്ന് പറയാറില്ലേ പില്ലോ വെച്ചിട്ട് വേണം തയ്ക്കേണ്ടതെന്ന്. ഞാൻ പലപ്പോഴും അത് മറന്നു പോകുന്നതുകൊണ്ടാണ് പല വീഡിയോസിലും നിങ്ങൾക്കത് കാണാൻ കഴിയാത്തത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടില്ലായിരുന്നോ? അന്നേ ദിവസം ഞാൻ ഇതുപോലെ ഓർത്ത് വെച്ചിട്ട് പില്ലോ വെച്ച് ആണ് തയ്ച്ചത്. പക്ഷേ അത് കാണാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പില്ലോയ്ക്കൊരു പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ നേരെ തന്നെ ഇരിക്കില്ല. ഇതിങ്ങനെ വയ്ക്കുന്നതിനനുസരിച്ച് താഴേക്ക് ഒരുമാതിരി തളർന്നു കിടക്കുന്ന പോലത്തെ ഒരു പില്ലോയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വയ്ക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത്. അതിങ്ങനെ ഈ നടുവിന് മുകളിലേക്ക് ഇരിക്കത്തില്ല, അതിങ്ങനെ താന്ന് വീണുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റാവുന്നത് കേട്ടോ. പിന്നെ വാവയുടെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോടുള്ളൊരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ ബോട്ടിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ചെന്നു. അപ്പോൾ അമ്മയും വാവയുടെ തുണിയൊക്കെ കഴുകി വിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ അമ്മ പറഞ്ഞു ഉള്ളി പൊളിച്ചെടുക്കാൻ, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പൊളിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ മറ്റു ജോലികളൊക്കെ ഒതുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ വൈകിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ എന്തായാലും പോക്ക് നടക്കില്ല, കാരണം വാവയുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതൊക്കെ കൂടിയായിട്ട് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും ബോട്ടിലൊക്കെ തിളപ്പിക്കാൻ വെച്ചില്ല, അതങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ എന്ന് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കാറുണ്ട്, എന്നിട്ടാണ് അടുക്കളയിൽ കയറാറുള്ളത്. അപ്പോഴേക്കും ഞാനും കുളിച്ചു. ഇവിടെ നിന്ന് ദോശയും കടലയും ആണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ നോക്കി. ഇവിടെ മിക്ക ദിവസങ്ങളിലും 12 മണി 12:30 ആകുമ്പോഴേക്കും ജോലിയൊക്കെ കഴിയാറുണ്ട്. ചിലപ്പോൾ 1 മണിയൊക്കെ ആകാറുണ്ട്. ഇതിപ്പോൾ കാത്തോരൻ വയ്ക്കാനാണ് കേട്ടോ. ഇപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും എണ്ണ ഒഴിച്ച് കടുകിട്ടു. കടുക് ഇനി പൊട്ടി വരണം. കടുക് പൊട്ടട്ടെ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന കായും പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് വേകാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഇത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് ഇത് കുറച്ച് നേരം വേകണമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, ഒരു 3 വെളുത്തുള്ളി ഇടണം. ഇനി മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, പിന്നെ ഒരു തുള്ളി ഉപ്പ്. അത് തേങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ അരപ്പ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് ഇളക്കാൻ പാടില്ല, ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യണം. എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കും കേട്ടോ. വാവയെ കൈവച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പല കാര്യങ്ങളും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റാറില്ല. പിന്നെ ഉച്ചക്കലത്തേക്ക് ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട്. കറി മത്തിക്കറിയാണ്, തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കപ്പ കുഴയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ കുളിച്ച് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയതൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, ഒരു ഓടിപ്പിടുത്തമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.